ഇന്ന് നമുക്ക് എന്നും വെക്കുന്ന പോലെ അല്ലാതെ സോയാ ചങ്ക്സ് ഒരു വെറൈറ്റി ആയിട്ട് വെച്ചാലോ. ഈ ഒരു റെസിപ്പി ഞാനൊരു നോർത്ത് ഇന്ത്യൻ യൂട്യൂബ് ചാനൽ കണ്ടതാണ്. കണ്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ അത് വെക്കണം എന്ന് ഭയങ്കര ഒരു ആഗ്രഹം. ഒരു പക്ഷേ ഇങ്ങനെ വെക്കാൻ അറിയുന്നവരുണ്ടാവും കേട്ടോ. പാനിൽ ഓയിൽ ചൂടാകുമ്പോൾ അതിലേക്ക് ഗാർലിക്കും നീളത്തിൽ അരിഞ്ഞ ഒനിയനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പെട്ടെന്നൊന്ന് വെന്ത് വരാനായിട്ട് കുറച്ച് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ബ്രൗണിഷ് കളർ ആകുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടിയും ചേർത്ത് കൊടുക്കാം. എല്ലാം ഓരോന്ന് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. തക്കാളി ഒരു പഴുത്ത തക്കാളി വലുതാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത്. പിന്നെ മല്ലിയില, പിന്നെ ഇതാണ് മെയിൻ ഘടകം, കാഷ്യൂ ആണ് ഇതിൽ ചേർക്കേണ്ടത്. ഒരു 5-6 കാഷ്യൂനട്ടും കൂടിയും ചേർത്ത് കൊടുക്കുക. അതെല്ലാം ഒന്ന് നല്ല രീതിയിൽ വഴണ്ട് വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ അരപ്പിൻ്റെ കളർ. ശരിക്കും ചട്നി പോലെ തോന്നി കേട്ടോ. പിന്നെ നമുക്കിത് പാനിൽ ഓയിൽ ചൂടാകുമ്പോൾ ജീരകം പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു 4 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വല്ലാതെ വഴറ്റൊന്നും വേണ്ട. ഒന്ന് സെറ്റ് ആകുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂണോളം കൊറിയൻഡർ പൗഡർ ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് സെറ്റായി വരുമ്പോൾ ഞാൻ ഇതിൽ 1 ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയും 1 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി നമ്മൾ ചേർക്കുന്നത് കളറിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഓപ്ഷണലാണ്. അത് വേണമെന്നുള്ളവർ മാത്രം ചേർത്താൽ മതി. പിന്നെ ഞാനിവിടെ വേവിച്ച് വെച്ച നമ്മളുടെ സോയാ ചങ്ക്സും കൂടിയും ചേർത്ത് കൊടുക്കുക. സംഭവം ഇവിടെ സെറ്റാണ്. കണ്ടില്ല, ഒരു ക്രീമി രൂപത്തിലായിരിക്കും ഇത് നമുക്ക് കിട്ടുക. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സോയാ ചങ്ക്സ് നമ്മൾ വേവിക്കുമ്പോൾ ഇത്തിരി ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വേവിച്ചിട്ട് അത് നല്ലപോലെ അതിൻ്റെ വെള്ളം ഒരു 5-6 തവണയെങ്കിലും പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കളയണം കേട്ടോ. ഫസ്റ്റ് ഗാർണിഷ് ചെയ്യാനായിട്ട് മല്ലിയിലയും അതുപോലെ മേത്തി ലീവ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. ട്രൈ ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.